അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ലഈഫു ഇദാ ദഖല ബൈത്തൽ മുഅ്മിനി. ഒരു ബലഹീനനായൊരു മനുഷ്യൻ, ദുർബലനായൊരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ മുഅ്മിനായ ആളുടെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദഖലത്ത് മഅഹു, ആ ബലഹീനനായ മനുഷ്യനോടുകൂടെ കടക്കുന്നതാണ് അൽഫു ബറക്കത്തിൻ, 1000 ബറക്കത്തുകൾ, വ അൽഫു റഹ്മത്തിൻ, 1000 റഹ്മത്തുകൾ. നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബറക്കത്ത് ചോദിക്കുമ്പോൾ, ഐശ്വര്യം ചോദിക്കുമ്പോൾ, ബറക്കത്ത് നമുക്ക് കിട്ടാൻ കാരണമായി തീരുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധുക്കളായ ആളുകളെ വീട്ടിൽ ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നത്. വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അത് കാരണമായി തീരും എന്നതാണ്. സാധുക്കളെ വീട്ടിലേക്ക് വിളിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത്, അതിൽ സന്തോഷം കണ്ടെത്തുക എന്നത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അത് ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. പലപ്പോഴും സമ്പന്നരായ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകും. അവരെ സൽക്കരിക്കാൻ വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നാം ഒരുക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവൻ്റെ അടിമകളിൽ സാധുക്കളായ, ബലഹീനരായ, ദുർബലരായ അടിമകളെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നതും, അവരെ സൽക്കരിക്കുക എന്നതും, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതും, അവരെ സന്തോഷിപ്പിക്കുക എന്നതും. അത് ബറക്കത്ത് കിട്ടാൻ അത് കാരണമായി തീരുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു സാധുവായ ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ അവനോടുകൂടെ കടക്കുന്നു എന്ത്? 1000 ബറക്കത്തുകളും 1000 റഹ്മത്തുകളും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഈ സാധുവായ മനുഷ്യൻ ഇവിടെ നിന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും പ്രതിഫലമായിട്ട് അല്ലാഹു തആല അവനിക്ക് വേണ്ടി എഴുതുന്നത് ഹജ്ജത്തൻ വ ഉംറത്തൻ. ഒരു ഹജ്ജും ഉംറയും ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്ന ഓരോ ലുഖ്മയും, ഓരോ പിടി ഭക്ഷണത്തിനും അല്ലാഹു തആല പകരം നൽകുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലമായിട്ടാണ് എന്നാണ്. ബഹുമാനികളെ, സാധുക്കളെ പരിഗണിക്കുക എന്നത് എല്ലാവരും അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായ കാര്യമാണ്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്രമാത്രം പ്രോത്സാഹനമാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയകളിലൊക്കെ സാധുക്കളെ അവർ അറിയാതെ തന്നെ അവരുടെക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതായ കമൻറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാധുക്കളെ ഉൾക്കൊള്ളുന്നൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. പക്ഷെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത് അതിലും അപ്പുറമാണ്. വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അവർക്കുള്ള ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ പുണ്യകരമായ കർമ്മമാണ്. പ്രത്യേകിച്ച് ബഹുമാനികളെ, റജബ്, ശഅബാൻ, റമളാൻ മാസങ്ങളിലൊക്കെ സാധുക്കളോടുള്ള അവഗണന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി അവർക്കുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഓരോ ലുഖ്മയും, ഓരോ ഉരുളയും ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും സ്ഥാനത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെല്ലാം സലാമത്താക്കി തരുമാറാകട്ടെ. ബറക്കത്ത് കിട്ടിയവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റജബും ശഅബാനും റമളാനുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.